5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയും. ആ കണ്ണുനീര് നല്ലതല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആൻ ഒരു വീടിനകത്തുണ്ട്. ആ വീട്ടുകാര് ഖുർആൻ പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ലക്ഷങ്ങളെ ചെലവഴിച്ചു, കോടികളെ ചെലവഴിച്ച് വീട് വെച്ചവര് നിന്റെ വീട്ടിലെ സമാധാനമില്ലാത്തത് അതിന്റെ കാരണം നീ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടോ? നിന്റെ ഭാര്യമാര് ചെയ്യാറുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു വീടിനകത്ത് പാരായണം ചെയ്യാതെ വന്നാ ഖുർആൻ തേങ്ങും വാപ്പാ, ഖുർആൻ കരയും ഉമ്മാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ കണ്ണുനീര് നിന്റെ വീടിനകത്ത് വീണാൽ എങ്ങനെ രക്ഷപ്പെടാനാ? എങ്ങനെ സമാധാനമുണ്ടാകാനാ? എങ്ങനെ സന്തോഷമുണ്ടാകാനാ? എങ്ങനെ ബർക്കത്തുണ്ടാകാനാ? എങ്ങനെയാണ് റഹ്മത്തിന്റെ മാലാഖമാരിറങ്ങി വരുന്നത്? എന്നാ പണ്ടത്തെ നിന്റെ വീടിനെ കുറിച്ച് ചിന്തിക്കൂ. പട്ടിണിയും പരിവട്ടവുമായി ജീവിച്ചിരുന്ന നിന്റെ വാപ്പയും ഉമ്മയും ജീവിച്ചിരുന്ന വീടുണ്ടല്ലോ, അവിടെ എസിയില്ല, ഡബിൾ കോട്ട് കട്ടിലില്ല, ഒന്നുമില്ലാത്ത ഓടിട്ട വീട്. ആ വീടിനകത്ത് സമാധാനമുണ്ടായിരുന്നടോ? സന്തോഷമുണ്ടായിരുന്നടോ? ബർക്കത്തുണ്ടായിരുന്നടോ? തിന്നുന്നത് കഞ്ഞിയും പയറുമാണെങ്കിൽ വയറ് നിറയുമായിരുന്നു. കിടക്കുന്നത് അതാ പടച്ചവനെ പാപിരിച്ചിട്ട് കിടന്നുറങ്ങിയാലും സമാധാനമുള്ള ഒരു ജീവിതമുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്തെന്നറിയോ? മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ നമസ്കാരം കഴിഞ്ഞ നമ്മുടെ ഉമ്മമാര് പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് മഗ്രിബിന്റെ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ നമ്മുടെ ഉമ്മമാര് പരിശുദ്ധമായ ഖുർആൻ എടുത്ത് കയ്യിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ഓതുന്ന ഒന്നാമതോതുന്ന സൂറത്ത് ഏതാ? സൂറത്തുൽ വാഖിയ. സൂറത്തുൽ വാഖിയ, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുകയാണ്. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുകയാണ്. സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുകയാണ്. സൂറത്തു സജദ പാരായണം ചെയ്യുകയാ. സൂറത്തു യാസീൻ പാരായണം ചെയ്യുകയാ. മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില്, മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയില് നമ്മുടെ ഉമ്മമാര് 5 സൂറത്തുകൾ പാരായണം ചെയ്യും. നിനക്കറിയുമോ അതിന്റെ മഹത്വം എന്താണെന്ന്? ഈ 5 സൂറത്തിന്റെ മഹത്വം എന്താണെന്ന് നിനക്കറിയുമോ? ഇദാ വഖഅത്തിൽ വാഖിയ ലൈസ ലിവഖഅതിഹാ കാദിബാ. സൂറത്തുൽ വാഖിയ എന്ന് പറയുന്ന 2.4 പേജുള്ള സൂറത്തിന്റെ മഹത്വം നിനക്കറിയോ? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര്, ഈ മക്കളെ കെട്ടിക്കാനല്ലേ കഷ്ടപ്പെടുന്നത്? മക്കളെ വളർത്താനല്ലേ കഷ്ടപ്പെടുന്നത്? ദാരിദ്ര്യത്തെ ഭയന്നിട്ടല്ലേ രാവും പകലും നീ കിടന്ന് കഷ്ടപ്പെടുന്നത്? ദാരിദ്ര്യം വരുമെന്നുള്ള ഭയം കൊണ്ട് ജീവിക്കുന്നവര്, പെൺമക്കളെ കെട്ടിക്കാൻ സങ്കടപ്പെടുന്നവര്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ വാഖിയ നിനക്കതിന്റെ അർത്ഥം അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, ഏത് വീട്ടിലാണോ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നത്, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് ഏത് വീട്ടിലാണോ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നത്, ആ വീട്ടിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പിരിവെടുക്കണ്ട വാപ്പാ, മക്കളെ കെട്ടിക്കാൻ എന്ത് ചെയ്യുമെന്ന് സങ്കടപ്പെടണ്ട, പലിശക്കെടുക്കണ്ട, നീ ലോണെടുക്കണ്ട, ഹറാമിന്റെ വഴി തേടണ്ട. നിന്റെ പെൺമക്കളോട് നിനക്ക് പറയാൻ കഴിയുമോ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യാൻ? ഏതെങ്കിലും ഒരു വീടിനകത്ത് സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താ അല്ലാഹു ആ വീട്ടിലെ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പടച്ചവനെ ഉമ്മ ഓതുന്ന 2ാമത്തെ സൂറത്ത് ഏതാ? അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ.
ഈ സൂറത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ഈ സൂറത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? തങ്ങന്മാരെ വീട്ടിൽ കൊണ്ടുപോയി ദുആ ചെയ്യണമെന്ന് കൊതിക്കുന്ന മാതാപിതാക്കളുണ്ടല്ലോ. പള്ളിയിലെ ഖതീബിനെ ഉസ്താദന്മാരെ കൊണ്ടുപോയി എന്റെ വീട്ടിൽ കൊണ്ടുപോയി ദുആ ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര്, വല്ലാതെ ഇഷ്ടപ്പെടുന്നവരല്ലോ. ഉസ്താദ് വരുന്നില്ലെന്ന് സങ്കടപ്പെടണ്ട, പടച്ചവനെ തങ്ങന്മാര് വരുന്നില്ല എന്ന് സങ്കടപ്പെടണ്ട. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്ത ആര് വരുമെന്നറിയോ? ആര് വരുമെന്നറിയോ? ഉസ്താദന്മാരല്ല, ഹാഫിളീങ്ങളല്ല, ആലിമീങ്ങളല്ല, സയ്യിദന്മാരല്ല. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ അല്ലാഹ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബികളുടെ ചരിത്രം വായിച്ചു നോക്കണോ. സഹാബി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, വീട്ടിൽ കെട്ടിയിരിക്കുന്ന കുതിര കിടന്ന് ചാടുകയാണ്. ഒരു സഹാബി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, വീട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന കുതിര കിടന്ന് ചാടുന്നു. പെട്ടെന്ന് ഖുർആൻ ഓതൽ നിർത്തിയിട്ട് ഇറങ്ങി ചെന്നു. അപ്പൊ കുതിരകൾ മിണ്ടുന്നില്ല. സഹാബി പിന്നെയും കയറി വന്നു, ഖുർആൻ പാരായണം ചെയ്തു. ഇറങ്ങി പോകുമ്പോ കുതിരകൾ ചാടുന്ന ശബ്ദം കേട്ടു പുറത്തുപോയി, കുതിര അനങ്ങുന്നില്ല. അവസാനം സഹാബി ഖുർആൻ ഓതൽ നിർത്തി. പിറ്റേ ദിവസം രാവിലെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, ഇന്നലെ ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോ എന്റെ വീട്ടിൽ കുതിരകൾ കടന്ന് ചാടി നബിയെ. ഞാൻ ഖുർആൻ നിർത്തിയിട്ട് ഇറങ്ങി പോകുമ്പോ കുതിരകൾ അടങ്ങി നിൽക്കുന്നുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, നീ ഏത് സൂറത്താ പാരായണം ചെയ്തേ? നീ ഏത് സൂറത്താ പാരായണം ചെയ്തേ? സഹാബി പറഞ്ഞു, സൂറത്തുർ റഹ്മാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ അപ്പോഴാണ് പറഞ്ഞത്, സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്തപ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് കുതിരകൾ ചാടിയതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകൾ വരും നിന്റെ വീട്ടിൽ ദുആ ചെയ്യാൻ. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ മുൽക്ക്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന 2 പേജല്ലേ ഉള്ളൂ. പാരായണം ചെയ്യാൻ പറ്റുമോ? എന്താണ് അതിന്റെ പ്രതിഫലമെന്നറിയോ? 3 കഷ്ടം വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് എല്ലാവരും കൂടെ കൊണ്ടുപോയിട്ട് പടച്ചവനെ പള്ളിപ്പറമ്പിൽ 6 മണ്ണിനകത്ത് കൊണ്ടുപോയി കുടിച്ചിടുന്ന ദിവസമുണ്ടല്ലോ. എല്ലാവരും പിടിമണ്ണ് വാരി എറിഞ്ഞ് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിമണ്ണ് വാരി എറിഞ്ഞ് എല്ലാവരും ഖബറിൽ നിന്ന് മടങ്ങി പോകുന്ന 6 മണ്ണെന്ന് പറയുന്ന ഖബറുണ്ടല്ലോ. ആ ഖബറിനകത്ത് ചെല്ലുമ്പോ നിനക്കറിയാം മുൽക്കെന്ന സൂറത്തിന്റെ മഹത്വം എന്താ, അതിന്റെ മഹത്വം എന്താണെന്ന് നിനക്ക് അവിടെ പോകുമ്പോ അറിയാം. നബി തങ്ങളോടൊരു സ്വഹാബി പറയുകയാ, ഒരു സ്വഹാബി യാത്ര ചെയ്ത് വരുമ്പോ പടച്ചവനെ രാത്രിയായപ്പോ മരുഭൂമിയിൽ ഒരു തമ്പ് കെട്ടിയിട്ട് ഒരു കൂടാരം വെച്ച് കിടക്കുകയാണ്. ആ സ്വഹാബി കിടന്നുറങ്ങുമ്പോ പാരായണം ചെയ്യുന്ന ശബ്ദം കേൾക്കുകയാ. പേടിച്ച് ചാടി എഴുന്നേറ്റു. ഈ മരുഭൂമിയിൽ ഖുർആൻ ഓതുന്നതാരാ? ആ സ്വഹാബി കൂടാരത്തിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് ഖുർആൻ ഓതുന്നവരെ തിരയുകയാ. ആരെയും കാണുന്നില്ല. പിന്നെയും വന്ന് കിടക്കുകയാണ്. കുറച്ചു സമയം കഴിയുമ്പോ അതാ ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുകയാണ്. പിന്നെയും ചാടി എഴുന്നേറ്റ് പുറത്തിറങ്ങി നോക്കി. ആ മരുഭൂമിയിൽ ഒരാളെയും കാണുന്നില്ല. 3ാമതും കിടന്നുറങ്ങുകയാണ്. 3ാമത് കിടന്നുറങ്ങുമ്പോ ഖുർആൻ ഓതുന്ന ശബ്ദം കേട്ടപ്പോ ആ മനുഷ്യന് മനസ്സിലായി എവിടെ നിന്നാണ് പാരായണം ചെയ്യുന്നതെന്നറിയോ? ആ മനുഷ്യന് കിടക്കുന്നത് ഒരു ഖബറിന്റെ മുകളിലാ. ആ മനുഷ്യനെ കടന്നിരുന്നത് ഒരു ഖബറിന്റെ മുകളിലാ. ആ ഖബറിനകത്തിരുന്നാണ് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുന്നത്. ആ
സഹാബി പേടിച്ച് വരടുകയാണ്. അവിടുന്ന് പേടിച്ച് വരണ്ടുകൊണ്ട് പിറ്റേ ദിവസം നബി തങ്ങളെ കണ്ടപ്പോ അവിടുന്ന് അത്ഭുതത്തോടെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി നബിയേ. ഖബറിനകത്തിരുന്ന് ഖുർആൻ ഓതുന്ന നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഇതിന് ഇത്രയും വലിയ അത്ഭുതം എന്താ? സൂറത്തുൽ മുൽക്ക് മോനെ പാരായണം ചെയ്തത് 6 അടി മണ്ണിനകത്ത് പ്രയോജനം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അതാ സജദ എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ, ഹജ്ജ് ചെയ്ത ഉംറ ചെയ്ത കൂലി ലഭിക്കുന്ന സൂറത്താ. യാസീൻ എന്ന് പറയുന്ന സൂറത്ത് എന്തിനാ ഓതുന്നത്? എന്തിനു വേണ്ടി ഓതുന്നുവോ അത് അല്ലാഹു നിനക്ക് തരികയാ. നിന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരമുണ്ടെന്ന് നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആനിനെ ആദരിക്കണേ, അല്ലാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിക്കണേ. അദാബിന്റെ ആയത്തുകള്, ഭയപ്പെടുത്തുന്ന ആയത്തുകള്, ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ കരയണേ പെങ്ങള്. എവിടെ കരയാരാ? നിന്റെ ഉമ്മ സൂറത്തുൽ ബാഖിയും സൂറത്തുൽ മുൽക്കും സൂറത്തുർ റഹ്മാനും സൂറത്തു സജദയും യാസീനൊക്കെ ഓതിയിട്ട് നിന്റെ ഉമ്മമാര് കരയുമായിരുന്നു. എന്നാ ഇന്ന് മഗ്രിബ് കഴിഞ്ഞ ഇശാ വരെ ഉമ്മ ഇരുന്ന് കരയുകയാ. ഖുർആൻ ഓതിയിട്ടല്ല കരയുന്നത്, സീരിയൽ കണ്ടിട്ട് കരയുകയാണ്, സിനിമാതാരത്തിന്റെ കണ്ണുനീര് കണ്ടിട്ട് കരയുകയാണ്, ഭാര്യയും ഭർത്താവും ഇരുന്ന് കരയുകയാണ്. ഇന്ന് പഠിച്ചവര് പണ്ടത്തെ വീടുകളിൽ അതാ റോഡിലൂടെ നടന്നു പോകുന്നവർക്ക് ഖുർആനിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. ഇന്ന് റോഡിലൂടെ നടന്നു പോയാൽ ടിവിയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ഉമ്മ, ഈ വയസ്സ് ചെന്നതിയ്, പ്രായം ചെന്നതിയ്, എങ്ങനെയാണ് നിനക്ക് സീരിയൽ കണ്ട് കരയാൻ തോന്നുന്നത്? വാപ്പാ, നിനക്ക് എന്ത് പറ്റി വാപ്പാ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതേണ്ട പുണ്യമായ സമയം ആ മഗ്രിബിന്റെ ഇശായുടെ ഇടയില് ഇന്നത്തെ പെണ്ണുങ്ങൾ സീരിയൽ കണ്ട് കരയുമ്പോ നീ മരിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മ നിനക്കില്ല, ഖബറിൽ പോയി കിടക്കേണ്ടവനാണെന്നുള്ള ഓർമ്മ നിനക്കില്ല. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെയ്തു കൂട്ടിയത് മുഴുവനും അല്ലാഹു എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ടെന്നുള്ള ചിന്തയൊന്നും നിനക്കില്ല. നിനക്ക് ആയിഷാ ബീവിയുടെ ചരിത്രം അറിയുമോ? നിനക്ക് ഖദീജ ബീവിയുടെ ചരിത്രം അറിയുമോ? നിനക്ക് പടച്ചവനെ മൈമൂനത്തിൽ മിസ്രി ആരാണെന്നറിയുമോ? നഫീസത്തിൽ മിസ്രി ആരാണെന്നറിയുമോ? റാബിയത്തുൽ അദബി ആരാണെന്നറിയുമോ? പഠിക്കണം പൊന്നുമോള്. ഒരാളും സീരിയലിന്റെ നായികമാരല്ല, സിനിമാ നായികമാരല്ല. ഇവരാണ് നിന്റെ ജീവിതത്തിലെ നായികമാരാകേണ്ടത്. ഇവരുടെ ചരിത്രമാണ് നീ കണ്ടുപിടിക്കേണ്ടത്. ഇവര് നിന്നെ പോലെ പച്ചയിറച്ചി ഉണ്ടായിരുന്നവരാ, വികാര വിചാരമുണ്ടായിരുന്നവരാ, അവരൊക്കെ പടച്ച റബ്ബിനെ ഭയന്ന് ജീവിച്ചവരാ. ഇവരൊക്കെ സ്വർഗത്തിന്റെ അവകാശികളാ. ഇവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നടോ, ഇവരെയൊക്കെ നമ്മൾ ആദരിക്കുന്നടോ. അതുകൊണ്ട് എന്റെ പെങ്ങളോട് പറയുന്ന സമയം കിട്ടുമ്പോ ഇവരുടെയൊക്കെ ചരിത്രമൊന്ന് വായിക്കണേ പെങ്ങള്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ ആദരിക്കണേ, അതിനെ നിങ്ങൾ ബഹുമാനിക്കണേ, അതിനെ നിങ്ങൾ പരിഗണിക്കണേ. ആ ഖുർആനാണെന്നുള്ള ചിന്ത വേണേ. നിങ്ങൾ ആ ഖുർആനിനെ പരിഗണിച്ച അല്ലാഹു നിങ്ങളെ പരിഗണിക്കുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഖുർആനിനെ പരിഗണിച്ചാൽ അല്ലാഹു നമ്മളെ പരിഗണിക്കും. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അപ്പൊ ഖുർആനിനെ പരിഗണിക്കോ? ഖുർആനിനെ പരിഗണിക്കോ? ഇൻഷാ അല്ലാഹ് പറ, ഇൻഷാ അല്ലാഹ് പറ, ഇൻഷാ അല്ലാഹ് പറ. അല്ലാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി പറ, ഖുർആനിനെ പരിഗണിക്കുമോ? ആ ഇൻഷാ അല്ലാഹ് കേൾക്കാനുള്ള കൊതി കൊണ്ടാ. ഒന്നുകൂടെ പറഞ്ഞേ.
ഇൻഷാ അല്ലാഹ് അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ സമയം കഴിഞ്ഞു, ഞാൻ പറഞ്ഞ സമയം കറക്റ്റായി ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആനിനെ പരിഗണിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പാപമൊക്കെ കളയണം. ഈ മഴത്തുള്ളിക്കകത്ത് കഴുകി കളഞ്ഞിട്ട് ഹജറുൽ അസ്വദ് മുത്തിയവരെ പോലെ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇന്ന് ന്യൂ ഇയർ അല്ലേ, ഇന്ന് പുതുവർഷത്തിലേക്ക് കയറിയില്ലേ, ഒരു നന്മ പഠിക്കാം. 12 മണിയാണല്ലോ, നമുക്ക് 12 മണിയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇവിടെ ഇസ്ലാമിക നിയമപ്രകാരം ഒരു ദിവസം തുടങ്ങുന്നത് എപ്പോഴാ? എന്താ ഇപ്പൊ ഹലക്ക സമാധി അല്ല ഓരോന്ന് പറയുന്നു. 12 മണി മുതലാണോ, സുബഹി മുതലാണോ, എപ്പോ മുതലാ? ഒരു ദിവസം തുടങ്ങുന്നത് എപ്പോ മുതലാ? മഗ്രിബ് ടു മഗ്രിബ്, മഗ്രിബ് മുതൽ മഗ്രിബ് വരെ, ഇതാണ് ഒരു ദിവസം. ഒരു ദിവസം പരിഗണിക്കുന്നത് രാത്രി 12 മണിക്ക് നമ്മൾ തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ല. അല്ലാഹ് പറഞ്ഞത് പോയി കിടന്ന് ഉറങ്ങണം. ആ സമയത്ത് എടാ ഉറങ്ങാൻ പറഞ്ഞ സമയത്ത് ഉറങ്ങണം. അല്ല രാത്രി പറഞ്ഞ് ഉറങ്ങാൻ പോയി കിടന്ന് ഉറങ്ങണം. 12 മണിക്ക് നമ്മൾ നല്ല കൂർക്കം വലിച്ച് ഉറങ്ങേണ്ട സമയമാണ്. അള്ളാന്റെ ദീൻ പറയുന്ന നബിതങ്ങൾ പറഞ്ഞത്, ഇസ്ലാം പഠിപ്പിച്ചത് നേരത്തെ ഭക്ഷണം കഴിക്ക്, നേരത്തെ ഉറങ്ങ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എപ്പോ ഭക്ഷണം കഴിക്കണം? രാത്രി മഗ്രിബ് കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കണം. മഗ്രിബ് കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കണം. ഇശാ നിസ്കരിക്കണം, കിടന്നുറങ്ങണം. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. അപ്പൊ മഗ്രിബ് മുതൽ മഗ്രിബ് വരെയാണ്, മഗ്രിബ് മുതൽ സമയം തുടങ്ങുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ പുതുവർഷത്തിലേക്ക് കടന്നു. ഒരു സമ്മാനം പറഞ്ഞു തരാം. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഖുർആനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരാം. അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരാം. ഈ സൂറത്ത് പാരായണം ചെയ്താൽ നമ്മളൊക്കെ രക്ഷപ്പെടും. അല്ലാഹു അക്കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ, അല്ലാഹു അക്കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ മസ്ജിദ് നബവിയിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുമ്പോൾ സഹാബാക്കളൊക്കെ ഇരുന്ന് ഖുർആൻ ഓതുകയാണ്. ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. അപ്പൊ നബി തങ്ങൾ വന്നപ്പോൾ സഹാബത്ത് മുഴുവനും മിണ്ടാതെ ഇരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന്റെ ഇടയിൽ വന്നിരുന്നു. നബി തങ്ങൾ പറഞ്ഞു, ഖുർആൻ ഓത്. ഒരു സഹാബിയോട് പറഞ്ഞു ഖുർആൻ ഓതാൻ. അപ്പൊ സഹാബി ചോദിച്ചു, ഏത് സൂറത്ത് ഓതണം നബിയെ? ഏത് സൂറത്ത് ഓതണം നബിയെ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂറത്തു തകാസുർ, അൽഹാകുമുത് തകാസുർ ഹത്താ സുറത്തുൽ മഖാബർ. ഈ സൂറത്ത് ഓതാൻ സഹാബി ഓതാൻ തുടങ്ങി. നബി തങ്ങൾ കരയാൻ തുടങ്ങി. നബി തങ്ങൾ കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയാൻ തുടങ്ങി. സൂറത്ത് ഓതി കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരും എന്തേ കരയാത്തേ? കൂടെ ഇരുന്നവരോട് പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾ ആരും എന്താ കരയാത്തത്? ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല നബിയെ, ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല. എന്നാ ഒന്നുകൂടെ ഓത്, എന്നാ ഒന്നുകൂടെ ഓത്. സഹാബി അൽഹാഖുമുത് തകാസുർ ഓതാൻ തുടങ്ങി. നബി തങ്ങൾ കരഞ്ഞു. നബി തങ്ങൾ കരയുന്നത് കണ്ടപ്പോ ചില സഹാബത്ത് കരയാൻ തുടങ്ങി. നബി തങ്ങൾ കരഞ്ഞില്ലേ? അവര് കൂടെ കരഞ്ഞു. സൂറത്ത് ഓതി കഴിഞ്ഞപ്പോ നബി തങ്ങൾ കരയാത്തവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തത്? ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല നബിയെ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, കരയണം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ സൂറത്ത് ഓതുമ്പോൾ കരയണം. കരച്ചിൽ വരാത്തവര് കരയുന്നവരെ പോലെ അഭിനയിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽഹാകുമുത് തകാസുർ എന്ന് പറയുന്ന സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ കരയണം. സീരിയല് കണ്ടിട്ടല്ല, ഈ സൂറത്ത് ഓതിയിട്ട് കരയണം. കരച്ചിൽ വരുന്നില്ലേ? ഫൈലമ തബകൂ ഫതബാകൂ. നീ കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്കണേ, നീ ഒന്ന് കരയുന്നവനെ പോലെ അഭിനയിക്കണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുമ്പോ, ഇത് സാധാരണ ഒരു സൂറത്തല്ല, ഇത് സാധാരണ ഒരു സൂറത്തല്ല. നീ വീട്ടിൽ ചെന്നിട്ട് ഈ ഖുർആനിന്റെ അർത്ഥമൊന്ന് വായിച്ചു നോക്ക്. ഏത് നന്നാകാത്തവനും നന്നാകുമടോ, ഏത് നന്നാകാത്തവനും നന്നാകുമടോ.
സീരിയല് കണ്ട് കരയുന്ന ഉമ്മ, മുടിയൊക്കെ നരച്ചു പോയ പ്രായം ചെന്ന ഇപ്പോഴും ടിവിയുടെ ഫ്രണ്ടിലാണ്. നാണമില്ലേ ഉമ്മ, നാണമില്ലേ ഉമ്മ? സീരിയല് കണ്ട് അഭിനയം കണ്ട് കരയുന്ന പെങ്ങള്, നീ എങ്ങനെ ഇത്രയും മതപ്പതിച്ചു പോയി? ഇന്നത്തെ കാലം അങ്ങനെയാണോ? ഇന്ന് പഠിച്ചവനെ മൊബൈലിലൊരു വീഡിയോ കണ്ടു, മൊബൈലിലൊരു വീഡിയോ കണ്ടു. ഇന്ന് മുട്ടായി കൊടുക്കൽ, കല്യാണത്തിന് മുമ്പ് മുട്ടായി കൊടുക്കൽ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് നടക്കുന്ന ഒരു വീഡിയോ കണ്ടോ? ആദ്യം കൊച്ചുകുട്ടികളാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്, അത് കഴിഞ്ഞപ്പോ രണ്ടാമതൊരു വിഭാഗം, അത് കഴിഞ്ഞ് പടച്ചവനെ പ്രായം ചെന്ന ഉമ്മമാര്, പ്രായം ചെന്ന ഉമ്മമാര് 40-ഉം 50-ഉം കഴിഞ്ഞ ഉമ്മമാര് പടച്ചവനെ സാരി ഉടുത്തിയിട്ട് ഡാൻസ് ചെയ്തുകൊണ്ട് കണ്ണാടി വെച്ചുകൊണ്ട് വരികയാ. അതിന്റെ പുറകില് ഫർദ ധരിച്ച പെണ്ണുങ്ങള്, തലയിൽ പടച്ചവനെ ഗോൾഡിന്റെ ഒരു തൊപ്പി ധരിച്ചുകൊണ്ട് അതിന്റെ പുറകില് എവിടെ എത്തി നിൽക്കുന്നടോ സമുദായം, എവിടെ എത്തി നിൽക്കുന്നടോ സമുദായം? പരിഹാസമല്ലേ, കളിയാക്കലല്ലേ? ആ പ്രായം ചെന്ന ഉമ്മമാര് പോലും ഇങ്ങനെ ചെയ്യുമ്പോ അതിന്റെ കാരണം മുൻഗാമികളുടെ ചരിത്രമറിയില്ല. അവർക്ക് മരണവും കബറും നരകമൊന്നുമില്ല സഹോദരാ. എന്നാൽ എന്റെ ഉമ്മ അതാ പടച്ചവനെ ഒരു വഅദ് കേട്ടുകൊണ്ടിരിക്കുകയാ. ജനങ്ങൾ മുഴുവനും വഅദ് കേട്ടുകൊണ്ടിരിക്കുമ്പോ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്തോതിയിട്ട് പ്രവാചകൻ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാ. ഈ ആയത്തോതിയിട്ട് അതിന്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ നഫീസ എന്ന് പറയുന്ന മഹദി ഉണ്ടല്ലോ, നഫീസത്തുൽ മിസ്രിയ എന്ന് പറയുന്ന മഹദി ഉണ്ടല്ലോ, അല്ലാഹുവേ നിലവിളിച്ചുകൊണ്ട് താഴെ വീഴുകയാണ്. കല്ലാ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്തോതിയിട്ട് ഖബറിനെ കുറിച്ച് പറയുന്ന ആയത്ത് കേട്ടപ്പോ നഫീസ ബോധം കെട്ട് താഴെ വീഴുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് പോയടോ. നഫീസത്തുൽ മിസ്രിയാന് ബോധം തിരിച്ചു വന്നപ്പോ അവിടുന്ന് എഴുന്നേറ്റ് ഓടുകയാണ്, തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലയെടുത്ത് മാറ്റുകയാണ്. മണ്ണ് കുടിക്കുന്ന ഒരു ആയുധം എടുത്തുകൊണ്ട് വന്നിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ തന്റെ വീടിനകത്ത് ഖബർ കുടിക്കാൻ തുടങ്ങി. നിനക്ക് ധൈര്യമുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ പെണ്ണ്? ഇന്ന് വരെ ജീവിതത്തിൽ ഖബർ കണ്ടിട്ടുണ്ടോ? കാണണം പെങ്ങളെ, കാണണം പെണ്ണുങ്ങള്, ഖബർ കാണണം മോള്. നഫീസത്തുൽ മിസ്രി എന്ന് പറയുന്ന മഹദി ഉണ്ടല്ലോ, തന്റെ വീടിനകത്ത് ഖബർ കുഴിക്കുകയാണ്, തന്റെ വീടിനകത്ത് ഖബർ കുഴിക്കുകയാണ്. അല്ലാഹുവേ കരയുകയാണ്. എല്ലാ ദിവസവും നോമ്പുകാരിയാണ്, രാത്രിയിലാണ് ഖബർ കുഴിക്കുന്നത്. ദിവസങ്ങളോളം എടുത്ത് ഖബർ കുഴിക്കാറ് ആരും അറിയാതെ തന്റെ വീടിനകത്ത് ഖബർ കുഴിച്ചു. ഖബറിന്റെ പണിയങ്ങ് കഴിഞ്ഞപ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ അവിടെ ചെന്ന് കുളിച്ചു ഒരുങ്ങി ഉദുബെടുത്തിട്ട് കടന്നു വരികയാ. എന്നിട്ട് ഖബറിനകത്തിറങ്ങി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ ഖബറിനകത്ത് ഇറങ്ങിയിട്ട് മുസല്ല വിരിച്ചിട്ട് നിസ്കാരം തുടങ്ങി. 10,000 റക്അത്തോളം നിസ്കരിച്ചെന്ന ചരിത്രം പറയുകയാ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ ഖബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് അവിടെ നിസ്കരിക്കുകയാണ്. റബ്ബേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും വിളക്കുമെടുത്ത് ഖബറിനകത്തിരുന്നിട്ട് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമിന്റെ 114 സൂറത്തുകൾ 6600-ൽ പരം
മുഴുവനും വരുന്ന ആയത്തുകൾ പാരായണം ചെയ്യുകയാണ്. ചരിത്രം പറയുന്നു 7000-ഓളം നിന്നെ പോലെ ജീവിച്ചിരുന്ന ഒരു പെണ്ണ് ഇന്ന് ഈജിപ്തിൽ പോയാൽ കാണാൻ നഫീസത്തുൽ മിസ്രിയുടെ ഖബർ. അല്ലാഹുവേ, ഖബറിനകത്തിരുന്ന് 7000 പ്രാവശ്യം അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കുകയാ. എല്ലാ ദിവസവും നോമ്പാണ്, ഉറക്കമില്ല, ഖുർആൻ ഓതലാണ്, നിസ്കാരമാണ്. ഈജിപ്തിലെ പെണ്ണുങ്ങളെ കണ്ടവർക്കറിയാം എന്തൊരു സൗന്ദര്യമെന്നറിയോ, എന്തൊരു സൗന്ദര്യമെന്നറിയോ. നഫീസത്തുൽ മിസ്രിയാന് വല്ലാത്ത ഗ്ലാമറായിരുന്നു, വല്ലാത്ത സൗന്ദര്യമായിരുന്നു. ആ നഫീസത്തുൽ മിസ്രി എല്ലും തോലുമായി, കണ്ണൊക്കെ കുടിഞ്ഞു, തൊലികളൊക്കെ കറുത്തു. അല്ലാഹുവേ, കുടുംബക്കാർ മുഴുവനും ഒരുമിച്ച് കൂടി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയെ ഉപദേശിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുടുംബക്കാർ മുഴുവനും വന്നിട്ട് പറഞ്ഞു, നഫീസ, ഇത് എന്ത് കോലമാണ് നഫീസ, ഇത് എന്ത് കോലമാണ് നഫീസ. എല്ലാം തോലുമായല്ലോ, കണ്ണു കുടിഞ്ഞു പോയല്ലോ, നിന്റെ തൊലിയൊക്കെ കറുത്തു പോയല്ലോ. എന്തിനാ പട്ടിണി കിടക്കുന്നത്, എന്തിനാ ഉറക്കമൊഴിയുന്നത്? നിനക്കൊന്ന് ഉറങ്ങിക്കൂടെ, നിനക്കൊന്ന് ഭക്ഷണം കഴിച്ചുകൂടെ? ഇങ്ങനെ കടക്കല്ലേ നഫീസ, കണ്ടിട്ട് സങ്കടം തോന്നുന്നു നഫീസ. നീ ഇങ്ങനെ ജീവിച്ചാ നീ മരിച്ചു പോകും നഫീസ. കുടുംബക്കാര് മുഴുവനും ഉപദേശിക്കുകയാ, കുടുംബക്കാര് മുഴുവനും നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഉപദേശിക്കുകയാണ്. പറഞ്ഞ മറുപടി എന്തെന്നറിയോ, പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ വീടിനകത്ത് കുഴിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്ത് ഇറങ്ങിയിട്ട് ഞാൻ അല്ലാഹുവോട് ചോദിക്കുന്നത് രണ്ടേ രണ്ട് കാര്യമാ. എനിക്ക് രണ്ടേ രണ്ട് ആഗ്രഹമാണുള്ളത്. ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയുവോ? അല്ലാഹുവേ, മരിക്കുമ്പോ നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാ. നഫീസത്തുൽ മിസ്രിയുടെ 30 കൊല്ലത്തെ അഭിലാഷമാ. 30 കൊല്ലം അല്ലാഹുവോട് പറഞ്ഞത് അതാ, അസ്റായിലിനെ കാണുമ്പോ നോമ്പുകാരിയാക്കണേ അല്ലാ. രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് മരിക്കണം പടച്ചവരെ. എന്റെ അഭിലാഷമാണ്, എന്റെ ആഗ്രഹമാണ്. നിന്നെ പോലെ ജീവിച്ചിരുന്ന വിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ചിരുന്ന പച്ചയിറച്ചിയുള്ള ഒരു പെണ്ണിന്റെ 30 കൊല്ലത്തെ അഭിലാഷമാ. മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം, അല്ലാഹുവിന്റെ ഖുർആൻ ഓതി മരിക്കണം. കുടുംബക്കാർ മുഴുവനും പൊട്ടിക്കരന്നുകൊണ്ട് തിരിച്ചു പോവുകയാണ്. ഈ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ തന്റെ മരണമെടുത്തപ്പോ അവിടുന്ന് ഓടിച്ചെന്ന് കുളിക്കുകയാ, വുദുവെടുക്കുകയാ. എന്നിട്ട് കഫം തുണിയും ധരിച്ചിട്ട് സ്വന്തം കൈകൊണ്ട് കുടിച്ച ഖബറിന്റെ ചാരത്ത് വന്ന് കിടക്കുകയാണ്. അതാ വരുന്ന പെങ്ങള് അബ്ദുൽ അർവാഹു മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്കിറങ്ങി വരികയാണ്. നഫീസയോട് സലാം പറഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോട് അതാ മലക്കുകൾ കടന്നു വരികയാണ്. അല്ലാഹുവേ, 30 കൊല്ലത്തെ അഭിലാഷമാണ്. മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം, മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്ന ദിവസം നോമ്പുകാരിയായിരുന്നു ഉമ്മ. ഒന്നാമത്തെ ആഗ്രഹം നടന്നിരിക്കുകയാണ്. രണ്ടാമത്തെ ആഗ്രഹം എന്താ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതി മരിക്കണമെന്നാണ്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതി മരിക്കണമെന്നാണ്. ഖബറിനകത്തിരുന്ന് ഖുർആൻ ഓതിയ മഹ്ദിയാണ് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ. പടച്ച റബ്ബേ, പരിശുദ്ധമായ ഖുർആൻ എടുക്കുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുക്കുകയാ.
റബ്ബിന്റെ സ്വർഗ്ഗത്തെ കുറിച്ച് പറയുന്ന ആയത്ത്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്ന ആയത്ത്. പടച്ചവരേ, ആയത്ത് പാരായണം ചെയ്യുകയാണ് നഫീസത്തുൽ മിസ്രിയ. റബ്ബേ, ഇത് ഖുർആനിനെ സ്നേഹിച്ചതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമാ. മരണവേദന സഹിക്കാൻ കഴിയാതെ നഫീസ കരയുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുന്നു, നഫീസ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്തിനാ നഫീസ, എന്തിനാ നഫീസ കരയല്ലേ നഫീസ, സങ്കടപ്പെടല്ലേ നഫീസ. ആകാശത്തിലേക്ക് നോക്ക് നഫീസ. ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ കാത്തു നിൽക്കുകയാണ് നിന്റെ റൂഹ് സ്വീകരിക്കാൻ. ഇത് സ്വർഗ്ഗത്തിലെ പട്ടുവസ്ത്രമാണ്, ഇതിനകത്താണ് നിന്റെ റൂഹ് പൊതിയുന്നത്. കരയല്ലേ നഫീസ, സങ്കടപ്പെടല്ലേ നഫീസ. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു തകാസുർ എന്ന് പറയുന്ന അധ്യായത്തിന്റെ അർത്ഥം കേട്ടപ്പോ അവിടുത്തെ ജീവിതത്തിൽ പടച്ചവനെ വല്ലാത്ത മാറ്റം വരികയാണ്. ഓതാൻ പറയുന്നത്, അല്ലാഹുവിന്റെ ഖുർആൻ മുറുകെ പിടിക്കടാ. മദീനത്ത് പോകുന്നവനല്ലേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗള ശരീഫിന്റെ ചാരത്ത് പോകുന്നവനല്ലേ, നബിതങ്ങളുടെ ഭാര്യ കിടക്കുന്ന, മക്കളെ കിടക്കുന്ന, കുടുംബക്കാർ കിടക്കുന്ന, സഹാബത്ത് കിടക്കുന്ന ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനിൽ